ഹലോ ഗൈസ് നമ്മുടെ നാട്ടിൽ കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ന്യൂസിലൊക്കെ കണ്ടു. ഇന്നലെ പോലീസുകാർ ഏതോ ഒരു ബൈക്കിന് കുറേ നേരം നമുക്ക് ഓട്ടിക്കുന്നത് ഞാൻ കണ്ട്. അങ്ങനെ ന്യൂസിൽ പറഞ്ഞ് ഇപ്പോൾ കള്ളന്മാരുടെ ശല്യം കൂടുതലാണെന്ന്. കള്ളന്മാരെന്ന് വെച്ചാൽ ഞാൻ എപ്പം നോക്കിയാലും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ എൻ്റെ വീട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ഡോഗിനെ വാങ്ങിച്ചാലോ എന്ന്. നല്ല തീരുമാനമാണെന്നാണ് തോന്നുന്നു. ഡോഗൊക്കെ എവിടെ കിട്ടുമെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് വില്ലേജിൻ്റെ അവിടെ ഓരോ ചേട്ടൻ പെറ്റ്സിനെയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇന്ന് അവിടെ പോകും. ഗായ്സ് നോക്ക്, ഇന്നലെ വരെ ഫോർച്യൂണറായിരുന്നു, ഇന്നലെ ഡിഫൻഡറാക്കി. എൻ്റെ ഫ്രണ്ട് ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ അവൻ പറഞ്ഞ് ഫോർച്യൂണർ അവനിഷ്ടമല്ലെന്ന്. പിന്നെ ഞാൻ എന്തിനാ തന്നെ, അപ്പം ഞാൻ ഫോർച്യൂണർ മാറ്റി കൊടുത്ത് ഡിഫൻഡർ മേടിച്ച്. ഡിഫൻഡർ കുഴപ്പമില്ല, അവിടെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നേരെ പെറ്റ് ഷോപ്പിൽ പോകാൻ പോകണമെന്ന്. പെറ്റ് ഷോപ്പിൽ നമ്മുടെ വില്ലേജിൻ്റെ അടുത്തായിട്ടെങ്കിലും വരും. ഗൈസ്, ഇതിൻ്റെ ലുക്ക് നോക്ക്, ഫോർച്യൂണറിൻ്റെ സീനായിട്ടുണ്ട്. കള്ളന്മാരെ പോലീസ് ഇന്നലെ പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ട്. പോലീസ് പിടിച്ചാന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നേരെ പോയിട്ട് ഡോഗിനെ മേടിക്കാൻ പോകുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഡിസ്ലൈക്ക് ചെയ്യരുത്, അൺസബ്സ്ക്രൈബും ചെയ്യരുത്. ഓക്കെ, ഞാൻ എൻ്റെ സ്പ്ലെൻഡറിനെ ഇന്നലെ തന്നെ എടുത്തു. സ്പ്ലെൻഡർ ഞാൻ ഒരു റൂമിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. ഡിഫൻഡർ അയ്യോ എൻ്റെ തലയിടിച്ചേ. അയ്യോ, അതെന്താ സംഭവിച്ചേ? ഇപ്പം ഞാൻ കാറായിട്ട് ഇടിച്ചതാണോ? ഈടോ ഇവനെന്തിനെ ഒരു കൂസലില്ലാതെ അവിടെ പോയിരിക്കുന്നു. എനിക്ക് വലിയ ഇഞ്ചറിയൊന്നും സംഭവിച്ചില്ല. എൻ്റെ കാറിന് എന്തെങ്കിലും പറ്റിയാന്നാണ് പരിപാടി. ആ വില്ലേജിൻ്റെ അടുത്തോട്ട് ഞാൻ പോകാം. ഗായ്സ്, അങ്ങനെ ഞാൻ വില്ലേജിൻ്റെ അടുത്തെത്താറായി. ഇങ്ങോട്ടാണ് അവിടെയാണ് വില്ലേജ്. ഞാൻ അവിടെ എത്താറായി. ഗായ്സ്, അങ്ങനെ ഞാൻ പെറ്റ് ഷോപ്പിൻ്റെ അടുത്തെത്തി. അതെന്താ അവിടെ ഒരു പോത്തൊക്കെ? ഞാൻ ഇവിടെ ഗ്യാപ്പിൽ കൂടെ കയറാം. ഇതെന്താണ് ഇവിടെ? എന്ത് പോത്തൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പോത്ത് അത് നോക്കൊരു ഡൈനോസർ ഇവിടെ. ഈ പോത്തിൻ്റെ കുത്തോ? ഒന്ന് ഇടിച്ചു നോക്കിയാലോ? ആരെയില്ല, ഒന്ന് ഇടിച്ചു നോക്കാം. ഒന്നും ചെയ്യൂലേ? ഇത് പാവം പോത്ത. നോക്ക്, ഡൈനോസറൊക്കെ. എനിക്ക് പേടി ഇതിൻ്റെ അടുത്ത്. അവിടെ 2 ഡോഗ്സ് ഉണ്ട്. ആ പോത്തത് പോകുന്നു. ഇവിടെ ആളില്ലേ എന്തോ, ഇവിടെ ആരും ഇല്ല എന്ന് തോന്നുന്നു. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഞാനിവിടെ തുടങ്ങും. തോന്നോരോടോ ചേട്ടാ, എനിക്കൊരു ഡോഗ്സിനെ വേണമായിരുന്നു. ഡോഗോ? ഇവിടെ 2 തരം ഡോഗുണ്ട്. ഏത് ഡോഗ് വേണം? ഒരു നന്നായിട്ട് ഈ കള്ളന്മാരെയൊക്കെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യണ ഒരു ഗാർഡിയൻ ഡോഗ് എന്ന് പറഞ്ഞാൽ ഈ ഡൈനോസറിന് ഈ ഡോഗ് കൊള്ളാം. ഈ ഡോഗ് ആ ഡോഗിനൊരു പ്രത്യേകത ഉണ്ട്. ആ ഡോഗിൻ്റെ മണ്ട നിങ്ങൾക്ക് കയറി സഞ്ചരിക്കാൻ പറ്റും. ഡോഗിൻ്റെ മണ്ട സഞ്ചരിക്കാൻ പറ്റുമെന്നോ? താൻ എന്താ വിളിച്ചു പറയുന്നേ? അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡോഗാണ്. അതിന് എത്ര വില? അതിന് വെറും 5000. വെറും 5000. ഓക്കെ. അപ്പം ഈ ഡൈനോസറിനൊക്കെ എത്രയാണ് വില? ഡൈനോസർ ഞാൻ എന്തായാലും കാറിൽ ഇരിക്കാം.
ഡൈനോസറിനൊക്കെ ഒരു 5000. ഡൈനോസറിന് ഒരു 5000 ഉള്ളൂ. സോറി 5000 ഇല്ല, ഒരു 50,000 ഡൈനോസറിന്. ആഹാ, അപ്പം ഈ ഡൈനോസറിന് എത്ര വിലയാ? ഇതാണ് ഏറ്റവും കടിയും ഡൈനോസർ. എൻ്റെ അടുത്തുനിന്ന് മാറിയിരിക്കണതാണ് നല്ലത്. ഇതിന് 80,000. 80,000 ഈ ഡൈനോസറിന്. അത് ചേട്ടാ, അപ്പം എനിക്ക് ഈ ഡൈനോസറിൻ്റെ മണ്ടയിലൊന്ന് കയറിയിരിക്കാൻ പറ്റുമോ? ഡൈനോസറിൻ്റെ മണ്ടയില്ല, പറ്റും. ഒന്ന് കയറിയിരുന്ന് നോക്കിക്കോ. എനിക്ക് പേടിയാകുന്നു ഗൈസ്. ഈ ഡൈനോസർ കൊള്ളാലോ. ചേട്ടനിൻ്റെ എത്ര വില വരുന്നെന്ന് പറഞ്ഞേ? 80,000. 80,000 എനിക്ക് പറ്റിയ ബഡ്ജറ്റില്ല. അപ്പം കുഴപ്പമില്ല. അപ്പം ഈ കുതിരയ്ക്ക് എത്ര രൂപയാണ്? കുതിരയ്ക്ക് 20,000. ഓക്കെ. അപ്പം ഈ കുതിരയ്ക്ക് എത്ര രൂപയാണ്? അതിന് 20,000 തന്നെ. ഓക്കെ. അപ്പോൾ ചേട്ടാ ഈ ഡോഗിനെ ഫിക്സ് ചെയ്തോ. ഓക്കെ. ഗൈസ്, അങ്ങനെ ഞാൻ ഡോഗിനെ മേടിച്ചു. ഇനി നമുക്കിതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോകാം. ആ ചേട്ടൻ പറഞ്ഞ എന്തായാലും സത്യമായിരിക്കുമോ? ഈ ഡോഗിൻ്റെ മണ്ടേ കൂടെ എനിക്ക് അതായത് ഈ ഡോഗിൻ്റെ ദേഹത്ത് കൂടെ എനിക്ക് ഇരുന്ന് പോകാൻ പറ്റുമോ? എന്തായാലും ഞാൻ വീട്ടിൽ പോയിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ പോയി അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കട്ടെ. അതിൻ്റെ ഫുഡ് പറഞ്ഞത് ആ റോഡ്സിൻ്റെ നടുക്ക് ഒരു മറ്റൊരു ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്താണെന്ന്. അവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ പോകാം. ഗൈസ്, ഞാൻ ആ പെറ്റ്സിൻ്റെ ഫുഡ് വാങ്ങുന്ന കട കണ്ടു. അവിടെ ഒരു ഓറഞ്ച് കട നിങ്ങൾ കണ്ടല്ലോ, അതാണ് പെറ്റ്സിൻ്റെ ഫുഡ് വാങ്ങുന്ന കട. അവിടെ പെറ്റ്സില്ല, ഫുഡ് മാത്രമേ ഉള്ളൂ. ഞാൻ പോയി ഫുഡൊക്കെ മേടിച്ചിട്ട് വരാം. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നാൽ മതി. ഇന്ന് സൺഡേയും കൂടെയാണ്. പോയി നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഫുഡൊക്കെ ഞാൻ മേടിച്ചു. ഒരു ഡോഗിൻ്റെ ടോയ് മേടിച്ചു. ഡോഗിൻ്റെ ടോയ്ക്ക് 300 രൂപ. പിന്നെ ഡോഗിൻ്റെ ഫുഡ് മേടിച്ചു, അതിന് 450 രൂപ. പിന്നെ ഡോഗിൻ്റെ ബെൽറ്റ് വാങ്ങിച്ചു, അതിന് 200 രൂപ. പിന്നെ ഡോഗിൻ്റെ ലീഷ് വാങ്ങിച്ചു, അതിന് 200 രൂപ. പിന്നെ ഡോഗിൻ്റെ പ്ലേറ്റ് മേടിച്ച്, അതിന് 100 രൂപയുള്ളൂ. ഓക്കെ. അപ്പം ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ട് എൻ്റെ ഡോഗിനെ ഒന്ന് നോക്കട്ടെ. ആള് കടിയനാണോ അതാ പാവമാണോന്ന് നോക്കട്ടെ. എൻ്റെ വീടെത്താറായി. ഗൈസ്, ദാ നോക്ക്, എൻ്റെ ഡോഗ് പുതിയ നല്ല ഭംഗിയുണ്ട്. ഇതൊരു ജർമ്മൻ ഷെഫേർഡാണ്. ജർമ്മൻ ഷെഫേർഡ് മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി ഡോഗ്സൊക്കെ ഇപ്പം കള്ളന്മാരൊക്കെ ഇറങ്ങേണ്ട ബാക്കിയുള്ളവർ മേടിച്ചുകൊണ്ട് പോയി. അതിന് ഞാൻ ഒരു പേരിട്ട്, മാക്സ്. ഇതാണ് എൻ്റെ ഡോഗിൻ്റെ പേര്, മാക്സ്. ഇതിൻ്റെ മണ്ടയിൽ കയറി, അതായത് ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ കയറിയിരിക്കാം. ഗായ്സ്, ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ പറ്റും. ഇത് ചത്തുപോവില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. വേണ്ട, ഈ ഡോഗ് സുഖമായിട്ട് ഓടുന്നു. വാവ്, ഈ ഡോഗ് കൊള്ളാലോ. എന്തായാലും ഞാനിത് ക്ഷീണിപ്പിക്കുന്നില്ല. ഈ ഡോഗ് തൽക്കാലം എൻ്റെ വീടിൻ്റെ അകത്ത് ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഇത് വെളിയിരിക്കട്ടെ. വീടിൻ്റെ അകത്ത് ചിലപ്പം അത് ശൂഴിക്കും. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകുന്നു. നല്ല ക്ഷീണമുണ്ട് എനിക്ക്. ഈ വീട് കൊള്ളാമല്ലോ. ഇന്നിവിടെ തന്നെ മോഷ്ടിക്കാം. ഈ വീടിൻ്റെ മതിൽ. എൻ്റെ തലയിടിച്ച് വീഴുന്ന ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോര തുപ്പി അറിയാതെ. ഈ വീടിൻ്റെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇത് അടിപൊളി കാറാണല്ലോ, ഇതങ്ങ് മോഷ്ടിച്ചാലോ. അതൊരു പട്ടിയല്ലേ? അയ്യോ, അതിനെ കടിക്കോ? എൻ്റെ അടുത്ത് പോയി നോക്കാം. പട്ടിക്കുട്ടാ,
എടാ പട്ടിക്കുട്ടാ, എടാ ഗായ്സ്, അതിനെ കടിച്ച്. ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് ഓടട്ടെ, അല്ലെങ്കിൽ അതെന്നെ കടിക്കും. അതിനെ കടിച്ചിട്ട് കീറും. അതെന്താ ഒരു ശബ്ദം? എൻ്റെ പട്ടിക്കുട്ടി വല്ലതും സംഭവിച്ചു? മാക്സ് വല്ല സംഭവിച്ചോടാ? ഗായ്സ്, അതിൻ്റെ വായിൽ ചോര. എടാ, ഇങ്ങനെ നിൻ്റെ വായിൽ ചോര വന്നത്? അതാരും കടിക്കാൻ വേണ്ടി നിന്നതുപോലെ ഉണ്ട്. ഒരു മിനിറ്റ്, ഇതെന്താ? ഇവിടെ ടൈൽസ് പൊട്ടിയില്ലോ. അതിൻ്റെ അർത്ഥം ഇവിടെ ഏതോ കള്ളം കയറിയെന്നാണ്. ഒന്ന് വെളിയിലിറങ്ങി നോക്കട്ടെ. ഇവിടെ ആരെയും കാണാനില്ല. വേണ്ട, ഇത് ഏതൊരു തുണിയുടെ പീസല്ലേ ഗൈസ്? അപ്പം ഇതിൻ്റെ അർത്ഥം കള്ള ഇവിടെ കൂടെ ഓടി. അതുകൊണ്ട് ഇവിടെ അവൻ്റെ തുണിയുടെ പീസുണ്ട്, ഇവിടെ തുണിയുടെ പീസുണ്ട്. അപ്പം അവൻ വേറെ എങ്ങോട്ടും ഓടി രക്ഷപ്പെട്ട്. ഇനി അവൻ എൻ്റെ കൈ കിട്ട അവനെ അവിടെ ഇങ്ങനെ വെടിവെച്ച് പൊട്ടിക്കും. ഒരു ഡോഗിനെ വന്ന് ചെന്നല്ലേ. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എൻ്റെ ഡോഗ് കിടന്ന് കുരച്ചതുകൊണ്ടാണ് ഞാൻ കേട്ടത്. എടാ മാക്സ്, നീ സൂപ്പറാടാ. ഞാൻ ഇവൻ്റെ മണ്ടയിലൊന്ന് റൈഡ് നോക്കിയിട്ട് വരട്ടിനി. എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലൊരു കൂട്ടിന് വേണ്ടി ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഇവിടെയൊന്നും ആരുമില്ല. ഇവിടെയൊക്കെ നോക്കിയിട്ട് വരാം. ഇവെന്താ പാതിരാത്രി ഇങ്ങനെ നടക്കുന്നേ? കൊണ്ട് കടിക്കാൻ പറ്റും ഇവനെ കൊണ്ട്? മാക്സേ, കടിക്കണടവനാ? കടിച്ചില്ലേ? ആന്നാ സംഭവിച്ചേ? അത് കുഴപ്പമില്ല. അപ്പം ഇവനല്ല കള്ളൻ, ഇപ്പം വേറെ ആരുമാണ് കള്ളൻ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഈ ഡോഗിനെ വയ്ക്കുക. പിന്നെ വീടിൻ്റെ വെളിയിലൊന്നും അങ്ങനെയില്ല. പിന്നെ വീടിൻ്റെ അകത്തേക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ ഇരിക്കുകയാണ്, എൻ്റെ ബൈക്കിൻ്റെ ക്യാഷ്. അതുകൊണ്ട് ഈ കാറിൻ്റെ ഈ സൈഡിൽ തന്നെ വയ്ക്കുക. കാറിൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. എൻട്രൻസിൽ കൂടെ അല്ലാതെ കള്ള എങ്ങനെ പോവും? അപ്പോൾ ഇവിടെ വയ്ക്കാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആ ബെൽ ബട്ടനും കൂടെ അമർത്തുക. ഗായ്സ്, മാക്സിന് ഇഷ്ടപ്പെട്ടവർ ഡു എവരിത്തിങ്. അപ്പോൾ എല്ലാവർക്കും പീസ് ഔട്ട്.